കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതിപ്പോ നിച്ചുവിനെ നോക്കി പ്രേമ സംശയത്തിൽ ചോദിക്കുമ്പോൾ നിച്ചു ഇശുവിനെ നോക്കി. പിടിച്ചു വലിച്ചു കൊണ്ടുവന്നല്ലേ മറുപടി കൊടുക്കുകയെന്നായിരുന്നു അവളുടെ നോട്ടത്തിൽ. എൻ്റെ അനിയത്തിയാ. ഈശോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രേമ ഒന്ന് ചിരിച്ചു. അല്ലെങ്കിലും ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം അവരെ കണ്ടാലറിയും അവരാരാണെന്ന്. ആ അനു പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മൂന്നാമത്തെ മകൻ്റെ കാമുകിയല്ലേ. പ്രേമ നിച്ചുവിനെ നോക്കി ചോദിക്കുമ്പോൾ അവൾ ഈശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ മടിച്ചിട്ടാണ് അവൾ അടുക്കളയിൽ തന്നെ നിന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ രീതികളെ ക്ലാസ്സിലാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു, ചുറ്റി നടക്കുന്നു, വീട്ടുകാരെ പറയിപ്പിക്കാൻ. അനുവിനെ പിന്നെ അതിനൊന്നും കിട്ടില്ല അല്ലേ റോണവ്? അവരുടെ ആ വാക്കിൽ നീച്ചു ഈശുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾക്ക് പിന്നിലായി നിന്നു. അവൾക്ക് സങ്കടം വന്നു. അങ്ങനെയൊന്നുമല്ല ഈ ചേച്ചിയെ കാണാമെന്നാണെന്ന് പറയാൻ തോന്നി. പക്ഷെ പറഞ്ഞാൽ തൊണ്ടയിടറും. കരിവാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അവൾ ഈശുവിൻ്റെ പുറത്ത് മുഖമമർത്തി നിന്നു. പിന്നെ ആൻറ്റി പറഞ്ഞ സത്യമാ, വളരെ വലിയ സത്യം. പക്ഷെ ആൻറ്റിയുടെ മകളെയല്ല എന്നെയാണ് ചുറ്റിക്കറങ്ങാൻ കിട്ടാത്തത്. ഒരു ഡോക്ടറായി പോയില്ലേ. അതിൻ്റെ തിരക്കുകൾ മാറ്റി വെച്ച് കാമിയുടെ കൂടെ എപ്പോഴും കറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. റോൺ അങ്ങനെ പറഞ്ഞു. ആരും മുഖമുയർത്തി അവനെ നോക്കി. ചുറ്റുമുള്ളവർക്ക് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിരുന്നു. ആരൊന്നും മിണ്ടിയില്ല. പറഞ്ഞു തീരട്ടെ, തീരുമ്പോഴറിയാമില്ല എന്ന ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അത് ശരിയാ, റോണ വലിയ ഡോക്ടറല്ലേ, അല്ലാതെ കോളേജ് പയ്യനൊന്നല്ലല്ലോ കറങ്ങി നടക്കാൻ. പ്രേമ ഒരു ചിരിയോടെ തന്നെ അതിനെയും നേരിട്ടു. ആൻറ്റി അവൾ അവിടെ ചേച്ചി കാണാൻ വന്നാ, അല്ലാതെ ആൻറ്റി കരുതുന്ന പോലെയല്ല. യേശുവിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന നിച്ചുവിനെ നോക്കിക്കൊണ്ട് റോണി ഇത്തിരി കടുപ്പത്തിൽ തന്നെ പ്രേമയോട് പറഞ്ഞു. ആദ്യം മുതൽക്ക് അവിടെ വർത്താനം പിടിച്ചില്ല ചെക്കന്. ഇപ്പൊ പറഞ്ഞു ഒട്ടും പിടിച്ചില്ല, അതാണ് സത്യം. ആ പറയാനൊരു കാരണമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പ്രേമ മറുപടി പറഞ്ഞു. റോണി നോക്കിയ റോണയാണ്. ഈ തളയും നീയായിട്ട് പറഞ്ഞു കേട്ടോ, അതാ എല്ലാവർക്കും നല്ലത് എന്നായിരുന്നു അവന്റെ നോട്ടത്തിന്റെ പിന്നിൽ. റോൺ അതിനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരി റോണിക്ക് പറ്റിയില്ല. ഈശു രുദ്രന്റെ അടുത്ത് വന്നിരുന്നു. നിച്ചു ദേവിക്കൊപ്പം അവരെല്ലാവരെയും നോക്കി നിന്നു. എന്തോ അവിടെ നിൽക്കുമ്പോൾ എന്തോ പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ദേവി അവളുടെ കൈവിട്ടില്ല. അവൾ പോകുമെന്നറിയാവുന്നതുകൊണ്ട് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു വെച്ചു. അമ്മേ കുറച്ചേരൊന്നും മിണ്ടാണ്ടിരിക്കുക. വാമിക പറയുമ്പോൾ പ്രേമ അവളെ നോക്കി പേടിപ്പിച്ചു. പറയാനുള്ളത് പറയണല്ലോ, അതിനാണല്ലോ വന്നത്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ പോലെ പയ്യനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പ്രേമ പറയുമ്പോൾ ദേവി റോണയെ നോക്കി. ദേവിയുടെ നോട്ടം കണ്ടതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു. രുദ്രൻ യേശുവിനെ നോക്കി. അവൾ പ്രേമയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അനുവിൻ്റെ അമ്മയുടെ സ്വഭാവമാണ് അനുവിനെന്ന് യേശുവിന് തോന്നി. കാണാനും ഒരുപോലെയാണ്, സ്വഭാവവും അങ്ങനെ തന്നെ. എന്നും തുറന്നു പറയുന്ന പ്രകൃതം. ഈശോർ പറയുന്ന കേൾക്കാൻ കണ്ണുവിടർത്തിയിരിക്കുന്നുണ്ട്. രുദ്രൻ അത് കണ്ടതൊന്ന് ചിരിച്ചു. വിവാഹം കഴിഞ്ഞാലും ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കൂടെ നിർത്തേണ്ടി വരും. റോണവിനെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാം, അതിന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി അതിന് പറ്റില്ലെങ്കിൽ റോണവും എൻ്റെ മകളും വിവാഹം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് താമസിക്കണം. ഞങ്ങളുടെ മകളെ ഈ വീട്ടിൽ നിർത്താൻ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പ്രേമ പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ കണ്ണിൽ രുദ്രനിലായിരുന്നു. അവരുടെ നോട്ടത്തിന് പിന്നിലെ ഉൾക്കുത്ത് മനസ്സിലായതുകൊണ്ടാവും അവൻ്റെ കൈമുഷ്ടി ഇരുട്ടി പിടിച്ച് ഉള്ളിലെ ദേഷ്യം അവൻ നിയന്ത്രിച്ചു. എല്ലാവരും പ്രേമയെ തന്നെ നോക്കിയിരുന്നു. അവർ പറഞ്ഞ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല, രുദ്രൻ ഒഴിച്ച്. നിങ്ങൾ പറഞ്ഞ ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദേവിയാണത് ചോദിച്ചത്. എല്ലാവരുടെ ഉള്ളിൽ അത് തന്നെയായിരുന്നു. അതെ, ആദ്യം നിങ്ങളുടെ മകളോട് നിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് പറയും, എന്നിട്ട് പോരെ വേറെ വീട് വെക്കലും മാറലും വിവാഹമൊക്കെ. മോഹൻ ദേവിക്കൊപ്പം പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ റോണയിലായിരുന്നു. അവനെല്ലാം കണ്ടും കേട്ടും നെഞ്ചത്ത് കൈപ്പിണച്ചിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാരണം ഇങ്ങനെയുള്ളമാരൊക്കെയുള്ള സ്ഥലത്ത് എൻ്റെ മോളെ നിർത്തുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രുദ്രനെ നോക്കി അവരത് പറഞ്ഞു നിർത്തിയതും എല്ലാവരും പകപ്പോടെ അവരെ നോക്കി. എന്നാൽ ഈശു മാത്രം നോക്കിയത് രുദ്രനെയായിരുന്നു. അവൻ പ്രേമയെ തന്നെ നോക്കിയിരിക്കുകയാണ്. പൊട്ടാൻ പാകമായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് അവനെന്ന് അവൾക്ക് തോന്നി. മനസ്സിലായില്ല. ദേവി നിച്ചുവിൻ്റെ കൈവിട്ട് പ്രേമക്ക് നേരെ നടന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. വേറെ ഒന്നുമല്ല, നല്ല തങ്കം പോലെയുള്ള ഒരു ഭാര്യ വീട്ടിലുണ്ടായിട്ട് നിങ്ങളുടെ മൂത്ത മകൻ കണ്ണി കണ്ട പെണ്ണുങ്ങൾ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവർക്കടുത്തിരുന്ന അനുവിനെ പിടിച്ചു വലിച്ച് അവളുടെ കവിളിൽ റോണ തല്ലിക്കഴിഞ്ഞിരുന്നു. മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന അനാമിക, നിനക്ക് നിന്നെ തള്ളക്കും നല്ലത്. ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കണക്കൂട്ടലുകൾ എൻ്റെ വീട്ടുകാരും കൂടെ അറിയട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമാ. അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാ ഇവരെല്ലാവരും കൂടെ എൻ്റെ മെക്കിട്ട് കയറും. അത് പാടില്ല. നീ എന്താണോ നിന്റെ ഫാമിലി എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിക്കോട്ടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ കരുതി. അതാ ഒന്നും മിണ്ടാതെ വായും പൂട്ടി ഞാനിവിടെ ഇരുന്ന്. അല്ലാതെ നിന്റെ തന്തയെ പോലെ ഉണ്ടാക്കനായതുകൊണ്ടല്ല. പക്ഷേ നിന്റെ ഈ തള്ളയുണ്ടല്ലോ, എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞ വാക്ക്, അതെനിക്ക് പറ്റില്ല. കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് തീരെ പറ്റില്ല. അതുകൊണ്ട് പോ, നമ്മൾ തമ്മിലുള്ള സകല ബന്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങി പോടി.
ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവനിൽ കാണാത്ത അത്രയും ദേഷ്യം. മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് കയ്യിലെ ഞരമ്പൊക്കെ പൊങ്ങി ആകെ ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ. ഈശു അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ഇച്ചയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആർക്കായാലും വേദനിക്കില്ലേ? ഈച്ച. അവളുടെ തേങ്ങിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും രുദ്രൻ ദേഷ്യത്തിൽ നിൽക്കുന്ന റോണയെയും കരഞ്ഞുകൊണ്ട് കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ പകപ്പോടെ നോക്കുന്ന അനുവിനെയും നോക്കിക്കൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണിൽ വെള്ളം നിറച്ച് അവനെ നോക്കി ചുണ്ടി വിതുമ്പി ഇരിക്കുന്നവളെ നോക്കുകയാണ്. ഏയ് ഒന്നുമില്ലടാ. രുദ്ര യേശുവിനെ അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പതിയെ അവളുടെ നെറുകയിൽ തലോടി. യേശു ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ ചേർന്നിരുന്നു. സങ്കടം ഉണ്ടാവും അവന്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരുടെ ഉള്ളതൊന്ന് പതറും. നീ എന്റെ മകളെ തല്ലിയല്ലേ? വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ എന്റെ മകളുടെ അവസ്ഥ എന്താവും? അമ്മായി നമുക്ക് മൂത്തമരുകൾ മാത്രമല്ലേ കണ്ണിപ്പിടിക്കൂ. പ്രേമർ ഓണയ്ക്ക് നേരെ ചാടിക്കടിക്കുമ്പോൾ എല്ലാവരും അവരെ തുറിച്ചു നോക്കി നിന്നു. എന്തൊക്കെയാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത്? ദേവി അവരുടെ മുമ്പിൽ വന്ന് നിന്നു. നിങ്ങളിപ്പോ പറഞ്ഞ എന്തർത്ഥത്തിലാ? എനിക്ക് എന്റെ മൂത്ത മരുമകളെ മാത്രമേ കണ്ണിപ്പിടിക്കൂ എന്നല്ലേ പറഞ്ഞ്? അങ്ങനെ നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ? നിങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ നിങ്ങളെയും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ കാര്യം നിങ്ങൾക്ക് തോന്നാൻ മാത്രം എന്താ ഇവിടെ നടന്ന്? ദേവി അവരുടെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ പ്രേമ അനുവിനെ നോക്കി. ദേവിയുടെ കണ്ണുകളും പ്രേമയെ തുടർന്ന് അനുവിലേക്ക് ചെന്ന് നിന്നു. അനു പതർച്ചയോടെ ദേവിയെ നോക്കാതെ തലതാഴ്ത്തി. അത് കണ്ടതും ദേവിയുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിടർന്നു. ഞാൻ കുറച്ചു മുമ്പ് എന്റെ കണ്ണി കണ്ട കാര്യ പറഞ്ഞ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ മരുമകൾ മാത്രം വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയില്ലേ? അതൊരു നല്ല പ്രവൃത്തിയാണോ? എന്റെ മകൾ ഈ വീട്ടിലേക്ക് മരുമകളാവാൻ തന്നെയാ പോകുന്നത്. അവളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമൊന്നും എനിക്ക് എന്റെ മക്കളോട് നിങ്ങൾക്കുള്ളവരെ തോന്നിയിട്ടില്ല. പ്രേമദേവിയുടെ മുഖത്തേക്ക് നോക്കി അടുപ്പിച്ച് പറയുമ്പോൾ ദേവി അവരെയും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അനുവിന് നേരെ തിരിഞ്ഞു. എനിക്കിനി നിന്റെ അമ്മയോട് സംസാരിക്കേണ്ട. അവരോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആ പറഞ്ഞുള്ള മറുപടി കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാ. മിണ്ടാ തള്ളാഴ്ത്തി നിൽക്കുന്ന അനു ദേവി പറഞ്ഞ് അവരെ നോക്കി. ഓക്കെ കയ്യിൽ നിന്ന് പോകുന്ന അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയിരുന്നു. അവൾ റോണയെ സ്നേഹിച്ച ആത്മാർത്ഥമായി തന്നെയാണ്. ഞാൻ നിന്നോട് നേരത്തെ വന്നപ്പോൾ ചോദിച്ചല്ലേ മോളെ എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന്? നിനക്ക് വേണമെങ്കിൽ അപ്പനോട് പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീച്ചു കഴിക്കുമ്പോൾ നിനക്കും കഴിക്കായിരുന്നു. പക്ഷെ നീ പറഞ്ഞു എന്താ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. കൂടുതൽ നിർബന്ധിച്ച് വായിൽ വെച്ചിരുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ നിർബന്ധിക്കുകയും ചെയ്തില്ല. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. നീ കാണുന്നുണ്ട് അതിലൊരു തെറ്റ്? നിങ്ങളോടല്ല, നിങ്ങളുടെ മകളോട് എൻ്റെ ചോദ്യം. അവള് പറയട്ടെ. ഇടക്കേറി എന്തോ പറയാമെന്ന പ്രേമയെ ദേവി തടഞ്ഞു. ദേവിയുടെ നോട്ടം മുഴുവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളിലായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ എപ്പോഴാണ് നിനക്ക് അങ്ങനെ തോന്നിയത്? നീ പറയാൻ നിന്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു വിഷയം ഇവിടെ എടുത്തിട്ടില്ല. അതുകൊണ്ട് നീ പറ, സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? ദേവി വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവൾ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അവിടെ ആ കണ്ണുനീര് കണ്ടിട്ട് പോലും റോണക്കൊന്നും തോന്നിയില്ല. അവളുടെ അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകളും അവൾ ഫോണിൽ അവനോട് പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു അവൻ്റെ ഉള്ളിൽ. എനിക്ക് നിലവിൽ ഇപ്പോൾ ഒരു മരുമകൾ മാത്രമേ ഉള്ളൂ. അതായിരിക്കുന്നവൾ മാത്രമാണ്. അവളോട് കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ നിങ്ങൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നാലും ഉണ്ടാവും. ഞാൻ ആരോടും വേർതിരിവ് കാണിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നിയത് ശരിയായിരിക്കും. അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും തോന്നാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഞാൻ കണ്ടുവരുന്നല്ലേ ഉള്ളൂ. ആദ്യം തന്നെ മരുമക്കളാണെന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് നടക്കാൻ എന്നെ കിട്ടില്ല. ദേവി പറയുമ്പോൾ അനു മറുപടിയൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ നിന്നു. പ്രേമദേശത്തിൽ ദേവിയെ നോക്കുന്നുണ്ട്. ആ നോട്ടം രുദ്രനിലെത്തിയപ്പോൾ ഭയമായി മാറി. ഒരുമാതിരി ഭാവത്തിൽ അവരെ തന്നെ നോക്കിയിരിക്കുന്ന അവന്റെ കണ്ണുകളെ കണ്ടതും അവരൊന്നും ഭയന്നു. പ്രേമ ആ നിമിഷം തന്നെ രുദ്രനിൽ നിന്ന് മുഖം തിരിച്ചു. രുദ്രൻ അവരെ നോക്കിയൊന്ന് പുച്ഛിച്ച ശേഷം നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കി. ഒന്നും മിണ്ടാ ദേവിയെ തന്നെ നോക്കി കിടക്കുകയാണ് അവൾ. എന്തോ അനു അങ്ങനെ പറയുമെന്നോ ചിന്തിക്കുമെന്നോ ഒന്നും യേശുവിനെ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നിച്ചുവിനെ പോലെ മാത്രമേ അനുവിനെ കണ്ട ദിവസം മുതൽ കരുതിയിരുന്നുള്ളൂ. പക്ഷെ അവൾക്ക് അങ്ങനെയായിരുന്നില്ല. ചേച്ചിയായിട്ട് അവൾ കണ്ടിട്ടില്ല. അവൾക്ക് ഈ കുടുംബം ഒരു അധികപ്പറ്റായ പോലെയാണ് ഈ സംസാരമൊക്കെ കേട്ടപ്പോൾ യേശുവിന് തോന്നിയത്. റോണ, എനിക്ക് നീയില്ലാതെ പറ്റില്ല റോണ. അമ്മ പറയുന്ന കേട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയതാ. നിനക്കറിയില്ലേ എനിക്ക് നിന്നെ ജീവനാണെന്ന്. എല്ലാം അവസാനിപ്പിച്ച് പോവാനൊന്നും പറയില്ലേടാ. അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വിളിച്ചുകൊണ്ട് എനിക്ക് അറിയുമ്പോൾ എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കി. എവിടെയെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന്. ആ കണ്ണുനീർ സത്യമാണ്, സ്നേഹമുള്ളതാണ്. റോണ ഒരു ചിരിയോടെ അവന്റെ ഷർട്ടിലുള്ള അവിടെ പിടി അയച്ചു. അനു പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അനാമിക. പക്ഷെ നിന്നെ ഞാൻ സ്വീകരിക്കുന്ന നിമിഷം, എൻ്റെ ജീവിതത്തിലേക്ക് നീ വരുന്ന നിമിഷം, എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ കുടുംബത്തെയാണ്. എൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയുമാണ്. അവരൊന്നും ഇല്ലാതെ റോണ ഇല്ല അനാമിക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എൻ്റെ മകൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് അവളെ കെട്ടിയിട്ടില്ലെങ്കിലേ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എൻ്റെ മകളെ നീ തന്നെ കെട്ടും. കെട്ടിക്കാൻ എനിക്കറിയാം. അവൻ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് പ്രേമ ഇടക്കേറി പറഞ്ഞതും റോണയും അനു ഒരുപോലെ അവരെ നോക്കി. രണ്ടുപേരുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന അവരോടുള്ള ദേഷ്യമായിരുന്നു.
അമ്മേ ദേവി ഇത് ഞങ്ങളൊന്ന് സംസാരിക്കാൻ സമ്മതിക്ക്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അമ്മ എല്ലാവർക്കും മുമ്പിൽ വന്ന് വിളമ്പി പ്രശ്നമാക്കിയത്. അതുകൊണ്ട് ഇനി ഞാൻ സംസാരിച്ചോളാം, അമ്മ മിണ്ടാണ്ടിരിക്കുക. പ്രേമയ്ക്ക് നേരെ അനു ചീറുമ്പോൾ പ്രേമ അവളെ തുറിച്ചു നോക്കി. പിന്നെ പല്ല് കടിച്ചുകൊണ്ട് സെറ്റിലിരുന്നുകൊണ്ട് അരവിന്ദനെ നോക്കുമ്പോൾ ഒരു വേദനയോട് അനുവിനെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹം. റോണ, നീ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കാം. എൻ്റെ അമ്മ പറയുന്നൊക്കെ മായ്ച്ചു കളി. നീ പറയുന്നൊക്കെ കേട്ട് നിന്റെ ഭാര്യയായിട്ട് ഞാൻ ഈ മനുഷ്യയിൽ തന്നെ നിന്നോളാം. എനിക്കൊരു പരാതിയില്ല, ഉണ്ടാവില്ല. അവൾ പറയുകയാണോ കരയുകയാണോ എന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവളുടെ സംസാരത്തിന് മുകളിൽ അവൾ കരയുകയാണ്. റോണ പ്ലീസ്, നീ എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് എന്നെ വേണ്ടേ? പക്ഷെ എനിക്ക് നീലാതെ പറ്റില്ല റോണ, ഞാൻ ചത്തുപോകും. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ തുടച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. റോണ ഒന്നും മിണ്ടാതെ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു. ആ നിമിഷം തന്നെ അനു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു. റോണ അവളുടെ മുതുകിൽ തട്ടിക്കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. എല്ലാവരും അവർ രണ്ടുപേരെയും നോക്കിയിരുന്നു. അവരുടെ ജീവിതമല്ലേ, എന്തൊക്കെയായാലും അവരല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു റോണയുടെ ഫാമിലിക്ക്. അനാമിക, കുറച്ച് സമയത്തിന് ശേഷം അവളുടെ കരച്ചിൽ നിന്നും അവൾ പതിയെ അവളുടെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അനു അവനിൽ നിന്ന് അകന്നു മാറി സങ്കടത്തോടെ അവനെ നോക്കി. കണ്ണുകൾ പിന്നെ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. അതവൻ്റെ ആ വിളി കേട്ടുകൊണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കാരണം കൊണ്ട് നീ എന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ചെയ്തു. അതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, എനിക്ക് നിന്നെ ജീവനായതുകൊണ്ടല്ലേ. അനു ഓരോന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും കരയുകയാണ്. റോണ 2 വിരലുകൾ നെറ്റിൽ വെച്ചൊന്നൊഴിഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിയുന്നില്ല. അതായിരുന്നു അവൻ്റെ അവസ്ഥ. എന്തൊക്കെയോ ആലോചിച്ച് രണ്ടും കൽപ്പിച്ച് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അനാമിക്കറിയാലോ, എനിക്കെല്ലാം എൻ്റെ ഫാമിലിയാണ്. അവരാണ് എനിക്കെല്ലാം. ഇന്ന് നിന്റെ അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും അതിൽ പകുതി നീ പറഞ്ഞു കൊടുത്തുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊക്കെ നിനക്ക് ഇപ്പോൾ തന്നെ തോന്നി തുടങ്ങിയാ മുന്നോട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞല്ലോ റോണ, ഇനി ഞാൻ ഇതുപോലൊന്നും പറയില്ല, ചെയ്യില്ല, ചിന്തിക്കില്ല. എനിക്ക് നിന്നെ മാത്രം മതി റോണ. നിന്റെ ഇഷ്ടങ്ങളും മതി എനിക്ക്. ഞാൻ നീ പറയുന്ന പോലെ ജീവിച്ചോളാം, എല്ലാം കേട്ടോളാം. എന്നെ വേണ്ടെന്ന് പറയില്ലേ റോണ, എല്ലാം അവസാനിപ്പിക്കാൻ പറയില്ലേ. അവൾ വീണ്ടും കരയുകയാണ്. റോണ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ജീവനായി കണ്ടവളാണ്, പാതിയായി സ്വപ്നം കണ്ടവളാണ്. ഇപ്പോഴും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണുനീര് അവൻ്റെ ഉടലിനെ കത്തിക്കുന്ന പോലെ അവന് തോന്നി. അവന് തളർച്ചയോടെ സെറ്റിയിലേക്ക് ഇരുന്നു. വയ്യ, ഇനി അവൻ തീരുമാനിക്കട്ടെ. റോണ കണ്ണുകൾ തുറന്നു. കണ്ണുനീർ തിങ്ങി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൻ നോക്കിയത് അവനെ തന്നെ നോക്കിയിരിക്കുന്ന ദേവിയാണ്. റോണ യേശുവിനടുത്തിരിക്കുന്ന ദേവിക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു ദേവിയുടെ മടിയിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി വെച്ചു. ദേവിയുടെ കൈകൾ അവൻ്റെ തലമുടിയിലും യേശുവിൻ്റെ കൈകൾ അവൻ്റെ ഷോൾഡറിലും മുറുകി. എൻ്റെ കുട്ടിക്ക് അവൾ മതിയെന്നാണെങ്കിൽ അവൾ തന്നെ മതി. അവളെ നിനക്ക് ജീവനാണെന്നതിന് തെളിവല്ലേ നിന്റെ ഈ കണ്ണുനീര്. അവൾക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് സംഭവിച്ചു പോയതാവും ഇങ്ങനെയൊക്കെ. നിന്നെ അവൾക്ക് ഒറ്റയ്ക്ക് വേണം തോന്നി തുടങ്ങിയുണ്ടാവും. അതൊക്കെ അവൾക്ക് മനസ്സിലായി കാണും. ഈ ബന്ധം മുന്നോട്ട് പോയാൽ ഞങ്ങൾ ആരും തന്നെ നിന്നിൽ നിന്ന് അകലില്ല. ആ ഒരു ഉറപ്പ് നിനക്ക് തരാം. അതെ, ഏട്ടതിനെ സമ്മതിക്കണം. അവൾക്ക് ഏട്ടനുള്ള ഇഷ്ടക്കൂടുതൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണിതെല്ലാം. അതൊക്കെ മാറും. ഇപ്പം തന്നെ പറഞ്ഞു പോയ തെറ്റവൾക്ക് മനസ്സിലായിട്ടുണ്ട്. തലതാഴ്ത്തി ആരുടെയും മുഖത്തേക്ക് നോക്കാതിരിക്കുന്നവളെ നോക്കി ഈശു പറയുമ്പോൾ റോണി മുഖമുയർത്തി ഈശുവിനെ നോക്കി. ആ നോട്ട് അവളിൽ നിൽക്കാതെ അവൾക്ക് അപ്പുറത്തിരിക്കുന്ന അവൻ്റെ ഏട്ടിൽ ചെന്ന് നിന്നു. റോണ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രന്റെ കണ്ണുകൾ അവനിലായിരുന്നു, നിറഞ്ഞിരിക്കുന്ന അവൻ്റെ കണ്ണുകളിൽ. അവൻ്റെ കറങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയ രുദ്രന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. 4 മക്കളിൽ ഒട്ടും ദേഷ്യമോ വാശിയോ ഇല്ലാത്തവനാണ്. എന്നും ഏതും മോഹനോടും ദേവിയോടും ഏട്ടനോടും ചോദിച്ച് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. പഠിക്കുന്ന കാലം തൊട്ട് അവൻ പെൺകുട്ടികളെ കറക്കിയിരുന്നു. അല്പം കോഴിത്തനം കയ്യിലുണ്ടെന്ന് ഒഴിച്ചാൽ അവൻ നല്ലവനാണ്. പക്ഷെ ആ പ്രവൃത്തി കൊണ്ടൊരു ദോഷം ആർക്കും ഉണ്ടായിട്ടില്ല. ഏട്ടാ, ഞാൻ... റോണയുടെ ശബ്ദം കേട്ടതും രുദ്രൻ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവന് മുമ്പിൽ മുട്ടുത്തിരിക്കുകയാണ്. എന്താടാ അവൻ്റെ കലങ്ങിയ കണ്ണുകളൊന്ന് അമൃത്തോടച്ച് രുദ്രൻ ചോദിക്കുമ്പോൾ ഒരേട്ടൻ്റെ കരുതലും സ്നേഹമൊക്കെ അതിലുണ്ടായിരുന്നു. എന്നാൽ റോണയുടെ കരച്ചിൽ ഒന്നുകൂടെ കൂടുകയാണ് ചെയ്ത്. നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് ഞങ്ങളുടെ വില കൂടെ കളയലടാ, കണ്ണൻ കളിയോടെ പറയുമ്പോൾ റോണ അവനെ നോക്കി. റോണ നോക്കിയതും കണ്ണൻ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു. അതെ, കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ട സമയമുള്ള റോണ ഇത്. നീ വളരെ ചിന്തിച്ച് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. നിന്റെ ജീവിതം അത് നിന്റെ കയ്യിലാണ്. അതെന്തായാലും എങ്ങനെയായാലും ഞങ്ങൾ സമ്മതിക്കും. റോണി കൂടെ അങ്ങനെ പറഞ്ഞു. റോണ ഒന്നും മിണ്ടായി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവനൊരു അഭിപ്രായം പറയുന്നില്ല. പറഞ്ഞാലൊരു ധൈര്യമായിരുന്നു. ഇതിപ്പോൾ അവൻ മൗനമായി നിൽക്കുമ്പോൾ റോണയ്ക്കൊരു പേടി. ഏട്ടൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാൻ? നിന്റെ ജീവിതം നിന്റെ തീരുമാനം. അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഭാവിയിൽ നിനക്കൊരു സങ്കടം വന്ന് അതിന് കാരണം ഞാനാണെന്ന് തോന്നൽ നിനക്ക് വന്നാലോ? അവൻ്റെ ആ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുമ്പോൾ റോണ കൂടുതൽ സങ്കടമായി.
രുദ്രനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത മറുപടി. അവനിങ്ങനെ പറയുമെന്ന് അവൻ കരുതിയില്ലെന്നാണ് സത്യം. രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഞാൻ പറയൂ, എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ എന്ത് സംഭവിച്ചാലും അതെൻ്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അങ്ങനെ നിന്റെ ജീവിതത്തിൽ എന്ത് ദുരന്തം സംഭവിച്ചാലും വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയും കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. റോണ നിലത്തുനിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി. രുദ്രൻ തലതാഴ്ത്തി നിന്ന് കരയുന്ന അനുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. രുദ്രൻ മുന്നിൽ നിൽക്കുന്ന അറിഞ്ഞിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല. അനാമിക. ഗൗരവം നിറഞ്ഞ കടുപ്പമുള്ള വിളി. അനു മുഖമുയർത്തി അവനെ നോക്കി. സ്വാഭാവികമായി അവൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ അനിയത്തിയോടെന്നുള്ള സ്നേഹം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നതില്ല. തികച്ചും ഗൗരവം, ഒരപരിചിതയോടെന്നുള്ള ഭാവം. നിനക്കെന്നെ അനിയന് ഇഷ്ടമാണോ? ഐ മീൻ, നീ നേരത്തെ പറഞ്ഞ പോലെ ആത്മാർത്ഥതയുള്ള പ്രണയം. അവനൊരു പുച്ഛച്ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ തലകുലുക്കി. രുദ്രനെന്ന് ചിരിച്ചു. നിന്റെ അമ്മ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ശരിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതിനവൾ പ്രേമയെ നോക്കി. പിന്നെ രുദ്രനെ നോക്കി ഇല്ലെന്ന് തലകുലുക്കി. എന്നാൽ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കാം. ഇനി റോണക്ക് സമ്മതം അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. രുദ്രൻ അങ്ങനെ പറഞ്ഞു. അനു പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. റോണ രുദ്രനെ തന്നെ നോക്കി സെറ്റിലിരുന്നു. ഇനി അവന് പേടിയില്ല. എല്ലാം നല്ല ഭംഗിയിൽ അവസാനിപ്പിച്ച് കയ്യിൽ തരും. അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായ ഉത്തരം നൽകിയാൽ മതി. അവന് വല്ലാത്ത ആശ്വാസം തോന്നി. പക്ഷെ അവന് വേണ്ടി, നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി നിന്റെ വീട്ടുകാരെ നീ ഉപേക്ഷിക്കണം. വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ നിന്റെ അമ്മയായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. നിന്റെ കുടുംബത്തെ മറന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കാൻ തയ്യാറാണെങ്കിൽ വിവാഹം ഉറപ്പിച്ച ശേഷം നീ ഇവിടുന്ന് പോകും. രുദ്രന്റെ ഉറപ്പോടെയുള്ള വാക്കുകളിൽ അനുവും പ്രേമയും ഒരുപോലെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.